യെസ് ഹലോ അച്ചോ ഹായ് നമസ്തേ ക്യാ ഹാൽ ചാൽ +2 ഹിന്ദി തൂഫാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഓണം എക്സാം പോർഷൻ ആയിട്ടുള്ള നമ്മുടെ മാതൃഭൂമി ആയിക്കോട്ടെ, ഭേട്ടി കെ നാം ആയിക്കോട്ടെ, പിന്നീട് മേരെ ഭാരത് വാസിയോ നമ്മൾ പഠിച്ചു. അതിനുശേഷം സുറിനാമെ പെഹ്ലാ ദിൻ, ഫിർ ക്യാ ആത്താ ഹൈ, മേരെ ലാൽ ഹേ ഖാന, പിന്നെ അവസാനമായിട്ട് ദോസ്തി. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ ഓണം എക്സാമിലേക്ക് സെറ്റ് ആക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മാതൃഭൂമി എന്ന് പറയുന്ന ഈ ഒരു കവിത എന്തായാലും പഠിക്കണം. കാരണം ഓണം എക്സാമിന് 100% നമുക്ക് എന്താണ് ഈ ഒരു കവിതയിൽ നിന്നാണ് അപ്രീസിയേഷൻ നോട്ട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതയെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയാലോ, കൺസെപ്റ്റ് മനസ്സിലാക്കിയാലോ, എന്താണ് ഈ കവിതയിൽ പറയുന്നത്. സോ മാതൃഭൂമി എന്ന് പറയുന്ന ഇത് തന്നെ എന്താണ്, ഹോംലാൻഡിനെ കുറിച്ചാണ്, നമ്മുടെ ഭാരതത്തെ കുറിച്ചാണ് ആര് പറയുന്നത്, നമ്മുടെ രാഷ്ട്രകവിയായിട്ടുള്ള മൈഥിലി ശരൺ ഗുപ്തജി പറയുന്നത്. ഓക്കെ, രാഷ്ട്രകവിയാണ്. അദ്ദേഹത്തിനെ രാഷ്ട്രകവി എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹമാണ് മാതൃഭൂമി എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ എഴുതിയത്. സോ രാഷ്ട്രകവി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഈ ഒരു കവിത അദ്ദേഹം എഴുതിയതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രപ്രേമല്ലേ, ആ രാജ്യത്തോടുള്ള ആ ഒരു പേട്രിയോട്ടിസം, ഇസ്കോ ജത്താന, ഇത് എല്ലാവരിലും കൊണ്ടുവരിക. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാരാണ് ഭാരതം ഭരിക്കുന്നത്, ദ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വവാദം അല്ലെ, അതിൽ നിന്ന് മറികടക്കാൻ ഭാരതത്തിലെ ഓരോ ജനങ്ങളെയും പ്രേരിപ്പിക്കാനും അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ഭാരതത്തിനെ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാനും നമ്മുടെ മാതൃഭൂമി നമുക്ക് എന്തൊക്കെയോ ഫെസിലിറ്റീസ് തന്നിട്ടുണ്ട്. തിരിച്ച് നമുക്കൊന്നും പ്രത്യുപകരമായിട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മൾക്ക് നേടിയെടുക്കേണ്ട ആ റൈറ്റ്സ്, ആ ഒരു മാതൃഭൂമി ഫ്രീഡം എന്ന് പറയുന്ന ആ സാധനം നമ്മൾ പൊരുതുവാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ആ ഒരു ആശയം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കവിതയെ പഠിക്കണം. ഇത്രമാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ആശയം. ബ്രിട്ടീഷുകാരുടെ ഇടയിലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു എന്ത്, സപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഭാരതത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ ഹോംലാൻഡ്, നമ്മുടെ മാതൃഭൂമി, അത് നമ്മുടേതാണ്. ഓക്കെ, അതിലേക്ക് എത്തിക്കാൻ ആ ഒരു പേട്രിയോട്ടിസം എന്ന് പറയുന്നത് ഓരോ ആളുടെയും ആ ഒരു ഞരമ്പിലൂടെ ഓടുമ്പോൾ ആ ഒരു ഭാരതം എന്ന് പറയുന്നത് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രമമാണ് മൈഥിലി ശരൺ ഗുപ്തജി തൻ്റെ ഒരു കവിതയിലൂടെ ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ആ ഓരോ വരികളിലൂടെ എന്താണ് പറയുന്നത്, മാതൃഭൂമി നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് തന്നിന്, പക്ഷേ അത് തിരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന ആ ഒരു സാധനമാണ് ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് കിട്ടുക. സോ നമുക്ക് നോക്കാം എന്താണ് മാതൃഭൂമിയുടെ വർണ്ണനയാണ്, നമ്മുടെ ഹോംലാൻഡിന്റെ വർണ്ണന എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ. കവി മാതൃഭൂമിക്കോ ഈശ്വർ കാ സാകാർ രൂപ് മാനത്തെ ഹൈ. കവി എന്താണ് ചെയ്യുന്നത്, മാതൃഭൂമി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹോംലാൻഡ് ആയിട്ടുള്ള ഭാരതത്തെ എന്താണ് ഈശ്വർ കാ സാകാർ രൂപ് മാനത്തെ ഹൈ, ഈശ്വരന്റെ ആ ഒരു പ്രതിച്ഛായയായിട്ട്, അല്ലെങ്കിൽ ഒരു ഈശ്വരന് തുല്യമായിട്ടാണ്, ഈശ്വരന്റെ മറ്റൊരു രൂപമായിട്ടാണ് മാതൃഭൂമിയെ കവി ആദ്യം തന്നെ വർണ്ണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്രിസിയേഷൻ നോട്ട് എഴുതുമ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പാരഗ്രാഫിലേക്ക് മാറ്റിയാൽ മതി. ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. ഒരു ഇൻട്രഡക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക, പിന്നെ ഒരു ബോഡി കൊടുക്കുക, പിന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ഇൻട്രഡക്ഷൻ, ഒരു ബോഡി, ഒരു കൺക്ലൂഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആസ്വാദന കുറിപ്പ് സെറ്റാണ്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിന്റ് പഠിച്ചത്, കവി ഈശ്വർ കി സാകാർ രൂപ് കി തര മാതൃഭൂമി കോ കഹാ ഗയാ ഹൈ. ഈശ്വരന്റെ മറ്റൊരു പ്രതിച്ഛായയാണ്, മറ്റൊരു രൂപമായിട്ടാണ് മാതൃഭൂമിയെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, നീലാകാശ് ഉസ്കാ വസ്ത്ര ഹൈ. ഓക്കെ, നീലാകാശ്, നീലയായിട്ടുള്ള ആകാശമാണ് വസ്ത്രമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിലൊക്കെ നിങ്ങൾക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മാതൃഭൂമി കാ വസ്ത്ര ക്യാ ഹൈ, ഉത്തരം നീലാംബർ, നീലാകാശ് എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാം. സോ ആ ഒരു മാർക്കിലെ ക്വസ്റ്റ്യനും ഈ വരികളിലൂടെ ചോദിക്കും. അടുത്ത എന്താണ്, സമുദ്രകർദനി, സമുദ്രം എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു നദികളെ എന്താണ് പറയുന്നത്, അരഞ്ഞാണമായിട്ടാണ് കവി പറയുന്നത്. അവർ സൂര്യചന്ദ്രമ മുക്കുട് ഹേ, സൂര്യനും ചന്ദ്രനും കിരീടമായിട്ടാണ് ആര് പറയുന്നത്, കവി പറയുന്നത്. മാതൃഭൂമിയുടെ കിരീടമായിട്ടാണ് സൂര്യനെയും ചന്ദ്രനെയും പറയുന്നത്. ഓക്കെ, സൂര്യനും ചന്ദ്രനും എന്താണ്, മാതൃഭൂമിക്ക് ജോ മുക്കുട് ഹേ, മുക്കുട് കാ മത്ലബ് ക്യാ ഹോത്താ ഹൈ ബച്ചോ, കിരീടമാണ്. പഠിച്ചു വെച്ചോളൂ, കിരീടം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണം. ഓക്കെ, ആരൊക്കെയാണ്, ചന്ദ്രനും സൂര്യനുമാണ്. സെറ്റ്. നദിയാം പ്രേമ പ്രവാഹ, ആ ഒരു മാതൃഭൂമിയുടെ ആ ഒരു സ്പോണ്ടാനിയസ് ആയിട്ടുള്ള ലവ് നമ്മളോട് കാണിക്കുന്ന അതെങ്ങനെയാണ്, നദിയാം പ്രേമ പ്രവാഹ. ഒരുപാട് നദികളൊക്കെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് അല്ലെ. സോ ആ ഒരു നദികളൊക്കെ എന്താണ്, ആ ഒരു മാതൃഭൂമിയുടെ സ്നേഹത്തിന്റെ പ്രവാഹമായിട്ടാണ് കവി വർണ്ണിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, ഫൂൽ താരെ ഉസ്കെ ആഭൂഷൺ ഹേ മണ്ടൻ ഹേ. ഫൂൽ താരെ മണ്ടൻ ഹേ, മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭൂഷണമാണ്. സോ പൂക്കളും നക്ഷത്രങ്ങളൊക്കെ എന്താണ്, മാതൃഭൂമിയുടെ ആഭൂഷണമായിട്ടാണ് കവി വർണ്ണിക്കുന്നത്. സെറ്റ്.
അടുത്ത എന്താണ് കവി कहते हैं കവി പറയാണ് हम सब इसी मिट्टी की जो खोद में खेलकर और घुटने के बल चलकर बड़े हुए हैं നമ്മൾ ഈ മണ്ണിലാണ് മാതൃഭൂമിയുടെ ഒരു മണ്ണിലാണ് നമ്മൾ കളിച്ചു വളർന്ന് വലുതായത് സോ ഈ ഒരു മണ്ണിലാണ് നമ്മുടെ ബേസ് നമ്മുടെ അടിത്തറ ഒക്കെ ഈ മണ്ണിലാണ് ഓക്കെ സോ നമ്മൾ ഈ ഒരു ഗുട്ടനെ നമ്മുടെ മുട്ടുകളൊക്കെ ഈ ഒരു മണ്ണിലൂടെ ഇഴഞ്ഞിട്ടാണ് നമ്മൾ വളർന്നു വലുതായതെന്നാണ് മാതൃഭൂമിയുടെ കവി പറയുന്നത് സോ മാതൃഭൂമിയുടെ ആ ഒരു ബേസിലാണ് നമ്മൾ കളിച്ചിട്ട് ഹം ഖേൽക്കർ അവർ ഗുട്ടനെ മേ ചടേ ബടേ ഹുയെ ആ ഒരു കാര്യങ്ങളൊക്കെ ഗുട്ടനെ എന്ന് പറയുന്ന മുട്ടുകളാണ് ഓക്കെ ആ ഒരു മാതൃഭൂമിയിലാണ് നമ്മൾ വളർന്ന് കളിച്ച് വളർന്നു വലുതായത് എന്നാണ് കവി പറയുന്നത് ഹമാരാ യേ ശരീർ മാതൃഭൂമി കെ ഹൻ ജൽ സെ ബനാ ഹൈ ഹമാരാ യേ ശരീർ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ അന്നത്തിൽ നിന്നും ജലത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കവി പറയുന്നത് ഓക്കെ സോ ഹം ജീവൻ ഭർ ഉസ്കെ ഉപകാരം കോ ഭോഗ്തേ ഹൈ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ലൈഫ് ടൈം മൊത്തം നമ്മൾ എന്താണ് ചെയ്യുന്നത് മാതൃഭൂമി തന്നിട്ടുള്ള ഈ ഒരു ഫെസിലിറ്റീസ് ഉപലബ്ധിയാം അതൊക്കെ നമ്മൾ എന്താണ് ഭോഗ്തേ ഹൈ നമ്മൾ അതിനൊക്കെ അനുഭവിക്കുന്നുണ്ട് മാതൃഭൂമിയാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രകൃതി ആയിക്കോട്ടെ നമുക്ക് വേണ്ടി ഭക്ഷണം ആയിക്കോട്ടെ വീടായിക്കോട്ടെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു എൻവയോൺമെന്റ് ഈ ഒരു ചുറ്റുപാട് ആരാണ് നമുക്ക് തന്നത് മാതൃഭൂമിയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഇസ്ലിയേ ഉസ്കാ ഖർജ് കബീ നഹീ ചുകാ സക്തേ ഹൈ ഇസ്കാ ഖർജ് കബീ നഹീ ചുകാ സക്തേ ഹൈ ഈ ഖർജ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രത്യുപകാരമാണ് അല്ലെ നമ്മൾ എവിടെയെങ്കിലും താമസിച്ചു കഴിഞ്ഞാൽ അവിടെ റെന്റ് കൊടുക്കും ഒരു ചെലവ് അല്ലെ അതാണ് ഖർജ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് നമ്മൾ പറയില്ലേ പ്രതിഫലം എന്ന് പറയുന്ന സാധനമാണ് അപ്പൊ ഈ മാതൃഭൂമി നമുക്ക് തന്ന ഈ ഫെസിലിറ്റീസിനൊക്കെ തിരിച്ചൊരു പ്രതിഫലമായിട്ട് നമുക്കൊന്നും കൊടുക്കാനില്ല അല്ലെ ഹമാരാ യേ ശരീർ ഉസ് മിട്ടി മേ ഹി മിൽ ജായെംഗെ അവസാനം നമ്മുടെ ഹമാരെ ജോ ശരീർ ഉസ് മിട്ടി മേ ഹി ക്യാ ഹോയ ഹൈ ഇസ്മേ ഹി ക്യാ ഹോ ജാത്ത ഹൈ മിൽ ജായെംഗാ അതിൽ തന്നെയാണ് നമ്മുടെ ശരീരം അവസാനം നമ്മുടെ ക്രിമേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് അവസാനം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് മാതൃഭൂമിയിൽ തന്നെയാണ് ലയിക്കുക മിൽ ജായക സോ നമ്മൾക്കറിയാം നമ്മൾ ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല നമ്മൾ വരുന്നു പോകുന്നു ഒക്കെ ഈ ഒരു മാതൃഭൂമിയുടെ അകത്താണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു സ്വാതന്ത്ര്യം വാങ്ങിച്ചെടുക്കുക എന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് കൂടെ പ്രതീകാത്മക അർത്ഥം കൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ മാതൃഭൂമി എന്ന് പറയുന്ന ഹോം ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പേട്രിയോട്ടിസം നമ്മൾ ഓരോ ആളിലും ഉണ്ടാവേണ്ട ഈ ഒരു പേട്രിയോട്ടിസം രാജ്യസ്നേഹത്തെയാണ് മൈഥിലി ശരൺ ഗുപ്തിജി ഈ ഒരു കവിതയുടെ രൂപത്തിൽ പറഞ്ഞത് വളരെ സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ് ഈസ് വെരി ഈസി തൊട്ടീക വച്ചോ ഇതാണ് മാതൃഭൂമി എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈസി ആണെങ്കിൽ വെരി ഈസി ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ അടക്കം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇതിൻ്റെ ഒരു മലയാളം ഓൾസോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ട് ഡോണ്ട് വറി നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവും കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിലാണ് അപ്രീസിയേഷൻ നോട്ട് പഠിക്കണം ഒരു മാർക്കിന് ഇതുപോലുള്ള ഇടയിലുള്ള ആൾക്കാരെ നോക്കണം പ്രേമ പ്രവാഹ് ആരൊക്കെയാണ് നദിയാണ് സൂര്യനും ചന്ദ്രനും മുകുടാണ് ഫൂൽ താരെ ആഭൂഷൺ മണ്ടനാണ് ഇതൊക്കെയാണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് അതുപോലെ അപ്രീസിയേഷൻ നോട്ട് അതും കൂടെ പഠിച്ചു വെച്ചാൽ സെറ്റാണ് ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് തൂഫാനാക്കാം ഓക്കെ സോ ജിമ്മൻ സാർ ജൂപ്പോട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം ഓക്കെ സോ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് ലഭിക്കുന്നതിനാണ് നിങ്ങൾക്കുള്ള ഇതിൻ്റെ മലയാളവും ഹിന്ദി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ് ഓണം എക്സാം പോർഷൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സിൻ്റെ ഒരു റീൽ നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും ലഭിക്കുന്നതിനാണ് ഓണം എക്സാം 2026 +2 ഓണം എക്സാം നമുക്ക് തൂഫാനാക്കാം तो कॉन्फिडेंस में रहो बच्चों बी कॉन्फिडेंट मैं आपके साथ हूँ ഐ വിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ വാട്ട് എവർ യു നീഡ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്നൊരു കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ तो ठीक है बच्चों बहुत बहुत धन्यवाद ഇതൊക്കെ ഒന്ന് എഴുതിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം എക്സാം ഹാളിൽ പോയി എഴുതുമ്പോഴാണ് പ്രശ്നം അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈസി सो थैंक यू बच्चों मिलते हैं अगले वीडियो के साथ आपकी जो അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സ് में डालना मत भूलो सो एक बार लाइक भी करो अपने दोस्तों के साथ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ ഹിന്ദി പഠിക്കാതെ നിങ്ങളുടെ സുഹൃത്തിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോ എല്ലാവരും പഠിക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓണം എക്സാം തൂഫാനാക്കാം तो ठीक है बच्चों मिलते हैं थैंक यू